അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര പത്തനംതിട്ട ജില്ലയിൽ 2ാം ദിനവും പര്യടനം തുടരുന്നു. ആറന്മുളയിൽ നിന്ന് മോർണിംഗ് ഷോയോടെ കൂടിയായിരുന്നു തുടക്കം. ജില്ലയിലെ പര്യടനം തിരുവല്ലയിൽ സമാപിക്കും. തിരുവാറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെയായിരുന്നു SKN40യുടെ പത്തനംതിട്ടയിലെ 2ാം ദിന പര്യടനത്തിന്റെ തുടക്കം. ലഹരിവിരുദ്ധ ക്യാമ്പയിന് പിന്തുണയുമായി എഴുത്തുകാരൻ ബെന്യാമിനെത്തി. സമൂഹത്തിൽ പടരുന്ന തെറ്റായ കാഴ്ചപ്പാടുകളിലൊന്ന് ഇത് ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന തരത്തിൽ ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റായ ധാരണ വെച്ച് പുലർത്തിയാണ്. അതായത് മദ്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചതിനേക്കാൾ അല്ല ഇത് സുരക്ഷിതമാണ് എന്നുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തുന്നത്. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ സത്രക്കടവിലേക്ക് ആറന്മുളയെയും പമ്പയെയും അറിഞ്ഞും പറഞ്ഞും പമ്പയാറിലൂടെ യാത്ര. ഇടശ്ശേരിമലയുടെ പള്ളിയോടപ്പുരയിലെത്തി പള്ളിയോടങ്ങളെക്കുറിച്ച് അടുത്തറിഞ്ഞു. പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രീതി മനസ്സിലാക്കാൻ പണിശാലയിൽ. റിഫ്രാക്റ്റഡ് ഇമേജ് ആണ് നമ്മുടെ മെർക്കുറി കോട്ടൺ മിററിൽ ലഭിക്കുന്നത്. പക്ഷേ ആറന്മുള കണ്ണാടി ലഭിക്കുന്നത് റിയൽ ഇമേജ് ആണ്. അത് സർഫസിലേക്ക് വീണിട്ട് അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജ് ആണ് ഇതിനകത്ത് ലഭിക്കുന്നതാണ് ഈ പറയുന്ന ലോഹ സംസ്കരണ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം. പടയണിത്താളത്തിന്റെ നിറവിൽ ഇലന്തൂരിൽ വരവേൽപ്പ്. ശ്രീ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നും നടൻ മോഹൻലാലിന്റെ ഇലന്തൂരിലെ വീട്ടിലെത്തി SKN വിശേഷങ്ങൾ പങ്കുവച്ചു. മോഹൻലാൽ ഇവിടെ വരുന്ന ദിവസം ആഘോഷമാക്കണം. നമുക്ക് നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമല്ലേ? തോളൊക്കെ ചരിഞ്ഞ് വിളി അല്ലേ? അടിപൊളിയായിരിക്കും. മോഹൻലാലിന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ SKN40 എത്തിയത് ഇലന്തൂർ ഉദയനഗറിൽ. കേരളയാത്രയ്ക്ക് വർണ്ണാഭമായ വരവേൽപ്പാണ് അവിടെ ഒരുക്കിയിരുന്നത്. ആവേശപൂർവ്വം ഇലന്തൂർ ജനത കേരളയാത്രയെ സ്വീകരിച്ചു. ഉദയ കലാ സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചാണ് SKN ഇവിടെ ലഹരിവിരുദ്ധ സന്ദേശം പകർന്നത്. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ലഹരിവിരുദ്ധ സംവാദത്തിന് ശേഷം തിരുവല്ല പട്ടണത്തിൽ ഇന്നത്തെ സമാപന സമ്മേളനം നടക്കും. 24 പത്തനംതിട്ട.